അംഗൻവാടികളെ കാർബൺ പുറംതള്ളാത്ത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന അംഗൻ ജ്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ വിതരണവും കീഴുപറമ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഏറനാട് MLA PK ബഷീർ നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കീഴുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VP സഫിയ അധ്യക്ഷത വഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ പദ്ധതിയെ സംബന്ധിച്ച് വളരെ വിശദമായി കോർഡിനേറ്ററോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഒക്കെ സൂചിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ 21 അംഗൻവാടികൾക്കും 50,000 രൂപയുടെ പാചക വിതരണ ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അംഗൻവാടി ജീവനക്കാർക്ക് ഇൻഡക്ഷൻ കുക്കറും വിതരണം ചെയ്തു. സീറോ കാർബൺ അംഗൻവാടികൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ജില്ലയിലെ അംഗൻവാടികളിൽ ഉപയോഗിക്കുന്ന പാചക ഉപകരണങ്ങൾ സൗരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റി അതുവഴി ഊർജ്ജ സംരക്ഷണവും കാർബൺ അടക്കമുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ പുറംതള്ളൽ കുറയ്ക്കലും വിഭാവനം ചെയ്യുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ എനർജി മാനേജ്മെന്റ് സെന്ററാണ് നടപ്പാക്കുന്നത്. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ജിതിൻ TVS പദ്ധതി വിശദീകരണം നടത്തി. നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അബ്ദുൽ അലി മാസ്റ്ററെയും മികച്ച സേവനം കാഴ്ചവെച്ച ഹരിത കർമ്മസേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കീഴുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ, നെറ്റ് സീറോ കാർബൺ ജില്ലാ കോർ കമ്മിറ്റി അംഗം ഹൈദ്രോസ് കുട്ടി, EMC റിസോഴ്സ് പേഴ്സൺ MP ചന്ദ്രൻ, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ICD സൂപ്പർവൈസർ റോസ്മേരി, ജൈവ വൈവിധ്യ ബോർഡ് അംഗമായ പ്രൊഫസർ K. നാസർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.